ഇപ്പോൾ നമ്മുടെ വികസന രംഗങ്ങൾ, അത് ആരോഗ്യരംഗമായാലും വ്യാവസായിക രംഗമായാലും കാർഷിക രംഗമായാലും ഏത് രംഗമെടുത്ത് പരിശോധിച്ചാലും വലിയ മാറ്റം നമ്മുടെ കേരളത്തിന് ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കേരളം വ്യവസായത്തിന് പറ്റിയ നാടാണ് എന്നൊരു തോന്നലേ ഉണ്ടായിരുന്നില്ല. LDF സർക്കാരിൻ്റെ തുടർച്ചയായ ശ്രമം, അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ രാജ്യത്തെ നിക്ഷേപ സൗഹൃദ കാര്യങ്ങളിൽ 1-ാം സ്ഥാനം കേരളത്തിൽ ലഭിച്ചത്. നമ്മൾ ഒരാഗോള നിക്ഷേപ സംഗമം കൊച്ചിയിൽ നടത്തിയല്ലോ. അതിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താൽപ്പര്യ പത്രങ്ങളാണ് രാജ്യത്തും പുറത്തുമുള്ള സ്ഥാപനങ്ങളും കമ്പനികളും വന്ന് ഒപ്പിട്ടത്. ഇപ്പോൾ അത് അന്ന് 1.5 ആണെങ്കിൽ ഇന്നത് 2-ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന എല്ലാ നിക്ഷേപങ്ങളും യാഥാർത്ഥ്യമാക്കാനുള്ള തുടർ പ്രവർത്തനം ടാസ്ക് ഫോഴ്സും മറ്റും രൂപീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലെ ഇടപെടൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാർഷിക രംഗം നേരത്തെ UDF കാലത്ത് വളരെ പിറകോട്ട് പോയിരുന്നു. LDF പുത്തൻ ഉണർവാണ് കാർഷിക രംഗത്തിന് സമ്മാനിച്ചത്. അതിൻ്റെ ഭാഗമായി നല്ല തോതിൽ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു. UDFൻ്റെ കാലത്തേതിൽ നിന്നും ഇരട്ടിയിലധികം വളർച്ചാ തോത് സമ്പാദിക്കാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മേഖലയും കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ മൃഗസംരക്ഷണ രംഗം, പാൽ, പച്ചക്കറി, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും സ്വയം പര്യാപ്തരുടെ അടുത്തെത്തി നിൽക്കുകയാണ് നാം. ഇനിയൊരു തള്ളേ വേണ്ടൂ സ്വയം പര്യാപ്തമാകാൻ. ഈ നിലയിൽ കേരളം മാറിയിരിക്കുന്നു. അതോടൊപ്പം ക്ഷേമപ്രവർത്തനങ്ങൾ, നല്ല നിലയിൽ തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ നാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകുന്ന ആനുകൂല്യം അത് കൈക്കൂലിയാണ് എന്ന് ആക്ഷേപിക്കുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവിനെ നാം കാണുകയുണ്ടായി. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ സമീപനമാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ 1980-ലാണ് സഖാവ് നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അന്ന് 60 വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളിക്ക് 45 രൂപ പെൻഷൻ നൽകാൻ തീരുമാനിക്കുന്നത്. വലിയ പുകിലാണതുണ്ടാക്കിയത്. അത് എതിർത്തുകൊണ്ട് സംസാരിച്ച കൂട്ടത്തിൽ പ്രധാനി കെ കരുണാകരനായിരുന്നു. കോൺഗ്രസിൻ്റെ സമീപനമായിരുന്നു അത്. അത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഒരു കാര്യവും ഈ പെൻഷൻ മേഖലയിൽ ചെയ്തില്ല. അത് കഴിഞ്ഞ് 87-ൽ വീണ്ടും LDF സർക്കാർ വന്നു. ആ സർക്കാരാണ് നേരത്തെയുള്ള 45-ൽ നിന്ന് 60 രൂപയാക്കി ആ പെൻഷൻ മാറ്റുന്നത്. അത്
87-ലാണ്. 91 UDF സർക്കാർ അധികാരത്തിൽ വന്നു. ഒരു വസ്തു ചെയ്തില്ല. അത് അതേ നിലക്ക് തുടർന്നു. 96 വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വന്നു. LDF സർക്കാർ ആ വിഹിതം വർദ്ധിപ്പിക്കാൻ തയ്യാറായി. നമ്മുടെ സംസ്ഥാനത്ത് പാവപ്പെട്ടവരുടെ അവശത പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് 120 രൂപയായി വർദ്ധിപ്പിച്ചത്. ആ 120 രൂപ വർധനവ് ആളുകൾ അനുഭവിച്ചു. അത് എപ്പോഴാണ് പിന്നീട് മാറുന്നത്? 96 ഗവൺമെൻറ് 2001 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുന്ന നിലയുണ്ടായി. 2001 മുതൽ 2006 വരെ. ആ 2006 ആ 5 വർഷക്കാലം UDF സർക്കാർ പെൻഷനിലൊരു മാറ്റവും വരുത്തിയില്ല. അവർ ഈ പെൻഷൻ കൃത്യമായി കൊടുത്തുമില്ല. 2006 ആയപ്പോൾ 5 വർഷത്തിൽ എത്രയാണ് കുടിശ്ശികയായി കിടന്നതെന്നറിയോ? 28 മാസം. അപ്പോൾ 2 വർഷവും 4 മാസവും അത്രയും കുടിശ്ശികയായിരുന്നു. അത് 2006 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് കൊടുത്തു തീർക്കുന്നത്. അത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അന്നാണ് 500 രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും UDF സർക്കാർ 2011 വന്നു. 2011 മുതൽ 16 വരെ UDF സർക്കാർ അധികാരത്തിൽ. അവർ ചെയ്തത് 100 രൂപ വർദ്ധിപ്പിച്ചു. അപ്പോൾ ആ 100 രൂപ കൊടുക്കേണ്ടി വന്നില്ല. എന്തു ചെയ്തു? കുടിശ്ശികയാക്കി. 18 മാസത്തെ കുടിശ്ശിക. 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ മന്ത്രിസഭ പരിശോധിച്ചത് ഈ പ്രശ്നമായിരുന്നു. ആ പ്രശ്നം പരിശോധിച്ചപ്പോഴാണ് 18 മാസത്തെ കുടിശ്ശിക അത് മുഴുവൻ കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. അതാകെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് വർദ്ധനവിനെ പറ്റി ചിന്തിച്ചു. 600-ൽ നിന്ന് 1600-ലേക്ക് ഉയർന്നു. എത്ര പേർക്ക്? 60 ലക്ഷം പേർക്ക്. അത് കൈക്കൂലിയായി കാണുന്ന വികൃത മാനസികാവസ്ഥയെക്കുറിച്ച് എന്ത് പറയാനാണ്? ഞങ്ങളിതിൽ അഭിമാനം കൊള്ളുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടന്നിട്ടില്ല. കാരണം ഇത് തന്നെ മുടക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി ചില മാസങ്ങളിൽ വിതരണം തടസ്സപ്പെട്ടു. എല്ലാം ഇപ്പോൾ ക്രമത്തിലായിരിക്കുകയാണ്. എല്ലാ മാസവും ഈ പറയുന്ന പെൻഷൻ വിതരണം നടക്കുകയാണ്. കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുകയാണ്.